Let's learn together. Let's grow together. Welcome to my YouTube channel CBSE Mathematics. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 10th CBSE സിലബസിലെ മാത്തമാറ്റിക്സിലെ സെക്കൻഡ് ചാപ്റ്ററായ പോളിനോമിയൽസ് ആണ്. ഈ ചാപ്റ്ററിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് 3 ടോപ്പിക്സ് ആണ്. പോളിനോമിയൽസ് ആൻഡ് ദെയർ റിലേറ്റഡ് ടേംസ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സീറോസ് ആൻഡ് കോഎഫിഷ്യൻസ് ഓഫ് എ പോളിനോമിയൽ, ഫോർമേഷൻ ഓഫ് ക്വാഡ്രാറ്റിക് ആൻഡ് ക്യൂബിക് പോളിനോമിയൽസ്. പിന്നെ നമുക്ക് ഇതിൻ്റെയൊക്കെ പ്രോബ്ലംസും ഡിസ്കസ് ചെയ്യണം. നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ടോപ്പിക്കാണ് പോളിനോമിയൽസ് ആൻഡ് ദെയർ റിലേറ്റഡ് ടേംസ്. എന്താ ഒരു പോളിനോമിയൽ? നമുക്കറിയാം, എ പോളിനോമിയൽ ഇസ് ആൻ ആൾജിബ്രിക് എക്സ്പ്രഷൻ. അങ്ങനെയാണെങ്കിൽ എല്ലാ ആൾജിബ്രിക് എക്സ്പ്രഷൻസും പോളിനോമിയൽസ് ആണോ? അല്ല. എ പോളിനോമിയൽ ഇസ് ആൻ ആൾജിബ്രിക് എക്സ്പ്രഷൻ ഓഫ് ദ ഫോം a0 plus a1 x raised to 1 plus a2 x raised to 2 plus a3 x raised to 3 etc. till an x raised to n, where n is a non-negative integer and the constants a0, a1, a2 etc. till an are all real numbers. ഡിഗ്രി ഓഫ് എ പോളിനോമിയൽ. ഒരു പോളിനോമിയലിൽ അതിൻ്റെ വേരിയബിൾസിൻ്റെ മാക്സിമം പവർ അല്ലെങ്കിൽ ഹയസ്റ്റ് പവർ എത്രയാണോ അതിനെയാണ് ആ പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. 9 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് പോളിനോമിയലാണ്. കാരണം അതിൽ എക്സിൻ്റെ പവർ എന്ന് പറയുന്നത് 0 ആണ്. സോ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ വിത്ത് പവർ 0. x raised to 1 plus 4, അതിൽ x raised to 1 ആണ് എക്സിൻ്റെ പവർ, അതുകൊണ്ട് അതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 1 ആണ്. x square plus x raised to 1 minus 5, അതിൽ x raised to 2 ആണ് മാക്സിമം, 2 ആണ് ഹയസ്റ്റ് പവർ, ദെർഫോർ 2 ആണ് ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ. 2x cube plus 11x square, ഇവിടെ ക്യൂബ് ഉണ്ട്, x ക്യൂബ് ഉണ്ട്, അതുകൊണ്ട് 3 ആണ് ഡിഗ്രി ഓഫ് ദിസ് പോളിനോമിയൽ. x square y cube plus 6x raised to 4 plus y, ഇവിടെ രണ്ട് വേരിയബിൾസിലുള്ള ഒരു പോളിനോമിയലാണ്. അതിൽ നമുക്ക് കണ്ടുപിടിക്കാൻ x സ്ക്വയർ ഇൻറ്റു y ക്യൂബാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ x സ്ക്വയറിൻ്റെ 2ഉം y ക്യൂബിൻ്റെ 3ഉം എടുത്ത് ആഡ് ചെയ്തിട്ട് ഡിഗ്രി നമുക്ക് 5 ആയിട്ട് കിട്ടും. വാല്യൂ ഓഫ് എ പോളിനോമിയൽ. നമ്മുടെ കയ്യിൽ ഒരു പോളിനോമിയൽ ഉണ്ട് p of x. നമ്മുടെ കയ്യിൽ ഒരു കോൺസ്റ്റൻ്റ് ഉണ്ട് ആൽഫ. നമ്മൾ പോളിനോമിയലിൽ എക്സിന് ആൽഫ എന്നിട്ട് കൊടുക്കുമ്പോൾ ആ പോളിനോമിയലിൻ്റെ വാല്യൂ എത്രയാണോ കിട്ടുന്നത് ആ വാല്യൂവിനെയാണ് വാല്യൂ ഓഫ് ദ പോളിനോമിയൽ അറ്റ് എക്സ് ഈക്വൽ ടു ആൽഫ എന്ന് വിളിക്കുന്നത്. സീറോ ഓഫ് എ പോളിനോമിയൽ. നമ്മുടെ കയ്യിലൊരു പോളിനോമിയൽ ഉണ്ട് p of x. നമ്മുടെ കയ്യിലൊരു കോൺസ്റ്റൻ്റ് ഉണ്ട് ബീറ്റ. p of xൻ്റെ 0 ആണ് എന്ന് പറയണമെങ്കിൽ p of ബീറ്റ 0 ആയിരിക്കണം. ഇനി നമുക്ക് ഇത്രയും നേരം പഠിച്ച തിയറിയുടെ ബേസിൽ കുറച്ച് പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് 2 is the zero of the polynomial p of x is equivalent to 4x square plus 2x minus 5a, find the value of a. നമുക്കറിയാം 2 is the zero of p of x. അങ്ങനെയാണെങ്കിൽ p of 2 0 ആയിരിക്കും. p of 2 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. 4 into 2 raised to 2 plus 2 into 2 minus 5 into a. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പം 20 ഈക്വൽ ടു 5a എന്ന് കിട്ടും. ദാറ്റ് ഇസ് a is equivalent to 4. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് a if x plus a is a factor of p of x is equivalent to 2x square plus 2ax plus 5x plus 10. അതായത് x plus a is a factor of p of x. അങ്ങനെയാണെങ്കിൽ minus a is a zero of p of x. Therefore, p of minus a equal to 0. p of minus a നമുക്ക് എക്സിന് a എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാം. എക്സിൻ്റെ സ്ഥാനത്തെല്ലാം നമ്മൾ -a കൊടുക്കുന്നു. അങ്ങനെ സോൾവ് ചെയ്യുമ്പം 5a ഈക്വൽ ടു 10 എന്ന് കിട്ടും, which implies a is equivalent to 2. Third question, if zeros of the polynomial x square plus a plus 1x plus b are 2 and minus 3, then find the value of a plus b. അതായത് 2
മൈനസ് ത്രീയും സീറോസ് ഓഫ് പി ഓഫ് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ പി ഓഫ് ടു ഈക്വൽ ടു സീറോ, പി ഓഫ് മൈനസ് ത്രീ ഈക്വൽ ടു സീറോ. പി ഓഫ് ടു കാൽക്കുലേറ്റ് ചെയ്യുമ്പം 2a പ്ലസ് ബി പ്ലസ് എക്സ് ഈക്വൽ ടു സീറോ എന്ന് കിട്ടും. ഇക്വേഷൻ നമ്പർ 1. പി ഓഫ് മൈനസ് ത്രീ കാൽക്കുലേറ്റ് ചെയ്യുമ്പം മൈനസ് 3a പ്ലസ് ബി പ്ലസ് എക്സ് ഈക്വൽ ടു സീറോ എന്ന് കിട്ടും. ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 1ൻ്റെയും 2ൻ്റെയും RHS എന്ന് പറയുന്നത് 0 ആണ്. ദെർഫോർ നമ്മൾ അത് ഞാൻ രണ്ടിനെ ഇക്വേറ്റ് ചെയ്യും. ഇക്വേറ്റ് ചെയ്യുമ്പോൾ ബി പ്ലസ് 6 രണ്ട് സൈഡിലും ഉണ്ട്, ക്യാൻസലായി പോകും. മൈനസ് 3 ഈക്വൽ ടു 2a എന്ന് കിട്ടും. മൈനസ് 3a ഈക്വൽ ടു 2a എന്ന് കിട്ടും. ദാറ്റ് ഈസ് 5a ഈക്വൽ ടു 0, a ഈക്വൽ ടു 0. ഇനി നമ്മൾ പി ഓഫ് 2യിലോ പി ഓഫ് മൈനസ് 3യിലോ എയുടെ വാല്യൂ ആയ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ബി ഈക്വൽ ടു മൈനസ് 6 എന്ന് കിട്ടും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് a പ്ലസ് ബി ആണ്. a പ്ലസ് ബി ഈക്വൽ ടു 0 പ്ലസ് മൈനസ് 6 വിച്ച് ഇസ് മൈനസ് 6. Fourth question. For what value of k 3 is a 0 of the polynomial 2x square plus x plus k? നമുക്ക് തന്നിരിക്കുന്ന പോളിനോമിയലാണ് p of x which is equivalent to 2x square plus x plus k. നമുക്കറിയാം p of 3 equal to 0 because 3 is a 0 of the polynomial. p of 3 കാൽക്കുലേറ്റ് ചെയ്യുമ്പം നമുക്ക് 18 plus 3 plus k equal to 0 എന്ന് കിട്ടും. That is k equal to minus 21. Fifth question. If 2 and 3 are the zeros of the polynomial 3x square minus 2kx plus 2m, then find the values of k and m. അതായത് 2ഉം 3യും സീറോസ് ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പി ഓഫ് 2 ഈക്വൽ ടു 0, പി ഓഫ് 3 ഈക്വൽ ടു 0, പി ഓഫ് 2 ഈക്വൽ ടു പി ഓഫ് 3. അത്രയും നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടും. ഇനി പി ഓഫ് 2 നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. എക്സിന് 2 എന്ന് വാല്യൂ കൊടുക്കുമ്പം പി ഓഫ് 2 കിട്ടും. 12 മൈനസ് 4k പ്ലസ് 2m ഈക്വൽ ടു 0. പി ഓഫ് 3യിൽ എക്സിന് 3 എന്ന വാല്യൂ കൊടുക്കുമ്പം പി ഓഫ് 3 കിട്ടും. 27 മൈനസ് 6k പ്ലസ് 2m ഈക്വൽ ടു 0. ഇനി ഈ രണ്ട് ഇക്വേഷൻസും കൂടെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അന്നേരം 27 മൈനസ് 6k ഈക്വൽ ടു 12 മൈനസ് 4k എന്ന് കിട്ടും. ദാറ്റ് ഈസ് 2k ഈക്വൽ ടു 15, k ഈക്വൽ ടു 15/2. ഇനി മേളിൽ കിട്ടിയ ഏതെങ്കിലും ഒരു ഇക്വേഷനിലേക്ക് ഈ കെയുടെ വാല്യൂ ഇട്ട് കൊടുക്കണം. 12 മൈനസ് 4 ഇൻറ്റു 15/2 പ്ലസ് 2m ഈക്വൽ ടു 0 എന്നിട്ട് കൊടുത്തു. അന്നേരം നമുക്ക് 2m ഈക്വൽ ടു 18 എന്ന് കിട്ടി. ദാറ്റ് ഈസ് m ഈക്വൽ ടു 9. k ഈക്വൽ ടു 15/2 ആൻഡ് m ഈക്വൽ ടു 9. വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു.